മലയോര ഗ്രാമത്തിന്റെ അതിരിൽ മേഘങ്ങളെ തൊടുന്ന പോലെ ഉയർന്നു നിന്നൊരു മൊബൈൽ ടവർ. ആ ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ലോകം വളരെ ചെറുതായി തോന്നും. അവിടെ ജോലി ചെയ്യുന്ന ആദിത്, ഒരു മൊബൈൽ ടവർ വർക്ക് സൂപ്പർവൈസർ. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഉയരങ്ങളിൽ നിന്നിറങ്ങുമ്പോഴുള്ള ആ നിശബ്ദത അവനെ അലട്ടും. അവന്റെ ദിനചര്യ ഒറ്റപ്പാട് തന്നെ. കയറ് കെട്ടി ഹെൽമറ്റിട്ട് കാറ്റിന്റെ നടുവിലൂടെ മുകളിലേക്ക് കയറുക. താഴെ ഗ്രാമം മുഴുവൻ ചെറുവീടുകളായി മാറും. എല്ലാവർക്കും നെറ്റ്വർക്ക് വേണം. എന്നാൽ എനിക്കാരുണ്ട്? ആ ചോദ്യമാണ് ഓരോ ദിവസവും അവന്റെ മനസ്സിലൂടെ ഒഴുകുന്നത്. അന്നൊരു ദിവസം ടവറിന് താഴെ ഒരു ചെറിയ ചായക്കട. ചായ എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവൾ ആദ്യമായി അവന്റെ കണ്ണിൽ പതിച്ചത്. മിഥില. അവളുടെ കണ്ണുകളിൽ ഒരു ശാന്തതയുണ്ടായിരുന്നു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വന്നതാണവൾ. ആദിതിന്റെ ഹെൽമറ്റ് പിടിച്ചു നോക്കി അവൾ ചിരിച്ചപ്പോൾ, "ഇത്ര ഉയരത്തിൽ കയറുമ്പോൾ പേടിയില്ലേ?" എന്ന് ചോദിച്ചു. "പേടി മുകളിലല്ല, താഴേക്കിറങ്ങുമ്പോഴാണ്," അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നു മുതൽ ഓരോ ദിവസവും ടവറിന്റെ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ ആദിത് ആദ്യം അന്വേഷിച്ചത് നെറ്റ്വർക്കല്ല, മിഥിലയായിരുന്നു. മഴയുള്ള ദിവസങ്ങളിൽ അവൾ കുട പിടിച്ച് ടവറിന് സമീപം നിൽക്കും. അവൻ മുകളിൽ നിന്ന് നോക്കി ചിരിക്കും. കാറ്റടിക്കുമ്പോൾ അവൾ കൈവീശും. അവന്റെ ഒറ്റപ്പെടൽ പതിയെ നിറഞ്ഞു. ഒരു ദിവസം കനത്ത മഴ. ടവറിന്റെ മുകളിൽ നിന്നിറങ്ങാൻ വൈകി. കൈകൾ തളർന്നു. കാറ്റ് ശക്തമായി. താഴെ മിഥില നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിലൊരു ശക്തി വന്ന പോലെ. ഞാൻ സുരക്ഷിതമായി താഴേക്കിറങ്ങണം. അവളോടൊന്ന് തുറന്നു പറയണം. അന്ന് രാത്രി ചായക്കടക്കരികെ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, "എനിക്കെല്ലാ ദിവസവും ലോകം മുകളിൽ നിന്ന് കാണാം. പക്ഷേ എന്റെ ലോകം നീയാണ്." മിഥിലയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതിയെ പറഞ്ഞു, "നീ ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നു. പക്ഷേ എന്റെ ഹൃദയത്തിലേക്കാണ് നീ ഇറങ്ങിയത്." അന്നുമുതൽ ടവർ വെറും ജോലിയായില്ല, അതവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായി. നെറ്റ്വർക്ക് എല്ലാവർക്കും കണക്ട് ചെയ്ത ആ ടവർ രണ്ട് മനസ്സുകളെ കൂടി കണക്ട് ചെയ്തു.